ഹേ എവ്രി വൺ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. ഈ വീക്കെൻഡിൽ ഞാൻ കുറച്ച് ചാള വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള സാധനങ്ങളൊക്കെയാണ്. ചെറിയ ചാള ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ വലിയ നെയ്യുള്ള ചാള ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറുതെല്ലാം എടുത്തിട്ട് വറുക്കുകയും ചെയ്തു. വലുത് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത്തവണ കറി വെച്ചത്. നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ നമ്മൾ തേങ്ങ അരയ്ക്കാതെ കറി വെക്കുമല്ലോ, അങ്ങനെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഇങ്ങനത്തെ അരപ്പെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ പൊടികൾ മാത്രമേ ഉള്ളൂ. അതും കുടംപുളി ഇട്ടിട്ട് നന്നായിട്ട് അരപ്പ് നന്നായി മൂപ്പിച്ചിട്ട് അതിനകത്തേക്ക് ചാള ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ വറ്റിച്ചെടുക്കുക. നല്ല ഫ്ലേവറാട്ടോ. ശരിക്കും ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് കപ്പയാണ്. അപ്പോൾ എനിക്ക് കപ്പ ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്നാലും ചോറിൻ്റെ കൂടെ ഇത് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസം തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ചമ്പാവരി ചോറുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ മെഴുക്ക് പുരട്ടുണ്ടായിരുന്നു. ഇത്തവണ എനിക്ക് നീളൻ പയർ കിട്ടി. അപ്പോൾ ഞാൻ നീളൻ പയർ വെച്ചിട്ട് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. പിന്നീട് എന്തായിരുന്നു ഉണ്ടായിരുന്നത്, മത്തി വറുത്തതുണ്ടായിരുന്നു. മത്തി വറുത്തതുണ്ടെങ്കിൽ ആക്ച്വലി അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി അച്ചാറും കൂടി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടല്ലോ അല്ലേ. പിന്നെ ഇതുപോലെ നമുക്ക് അത് വറ്റിച്ചെടുത്തപ്പോഴത്തേക്കും നല്ല ഒരുപാട് ചാറുണ്ടാവില്ല കേട്ടോ. അതിങ്ങനെ വറ്റിച്ചിട്ട് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ കഷ്ണത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ആ ഒരു എന്താ പറയുക ഗ്രേവി ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതിൻ്റെ കൂടെ മാങ്ങാച്ചാറുണ്ടായിരുന്നു.